എടാ നീ വന്ന വഴിക്കേ നമ്മുടെ കൂടെ പണിയാൻ വരുന്ന ആ ബായിയെ കണ്ടായിരുന്നോ? ബായ് അപ്പുറം സൈറ്റ് പറഞ്ഞു വിട്ടില്ലേ? എടാ ഇന്ന് അവിടെ പണിയില്ല. ആ സാറ് പറഞ്ഞു ഇന്ന് അവിടെ ഒരു ചെല്ലുണ്ടെന്നാ പറഞ്ഞു. പറ അവൻ്റെ അടുത്ത്. ഹലോ ബായി. എടാ ഹിന്ദിയിൽ എന്തോ ഈ പണിക്ക് പറയുന്നേ? കാം എന്നാ പറയുന്നത്. ഹലോ ബായി, ഇന്ന് അവിടെ കാമില്ല കേട്ടോ. നമുക്ക് നാളെ അവിടെ കാമാ കേട്ടോ. ഒരു കാര്യം ചെയ്, നീ ഇങ്ങനെ പോലെ നമുക്ക് ഇന്ന് ഇവിടെ കാമാ. അവന് മനസ്സിലായി കാണും. ഇനി ഞാൻ ഇവിടുത്തെ കാര്യം പറയാം. ഇവിടുത്തെ പണി ഏകദേശം ഒക്കെ തീർന്നു കിടക്കുക. ഇനി ആകെ ഉള്ളത് ഈ 2 കസേരയാ. ഇതുകൊണ്ട് നമുക്ക് ഒരാഴ്ച നിക്കണം. ഈ 2 കസേര കൊണ്ട് ഒരാഴ്ചയോ? നമുക്ക് 2 ആഴ്ച നിക്കാം. എടാ ഭയങ്കര കാശുള്ള ഒരുത്തനെ അയാള്. പിന്നെ നീ കാണണം ഇറങ്ങി വരുമ്പോ ഈ വീട് ഞങ്ങളുണ്ടല്ലോ, സത്യം പറഞ്ഞ ഒരു 30 ദിവസത്തെ പണിക്കേ ഉള്ളിത്. ഞങ്ങൾ 3 മാസം പണിതു. സാർ ഇവിടെ ഉണ്ടോ നോക്കട്ടെ. സ്വർണ്ണക്കട ഇറങ്ങി വരുവാന്നേ തോന്നത്തുള്ളൂ. സാറേ സാറേ. ആരാ? അജി ഇവിടെ രാവിലെ 8 മണിയാവുമ്പോ പണിക്ക് വരണമെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ സമയത്രായി? സാറേ ഞങ്ങളല്ലയോ പണിയുന്നേ. എനിക്ക് കേട്ടോ അല്ലെന്ന്. എടാ ഈ വീടിന്റെ പണിയെല്ലാം തീർന്നു കിടക്കുവാ. ഈ 2 ചെറിയ കസാരയുള്ളൂ, അതെങ്ങനെയും പെട്ടെന്ന് തീർത്തതാ നിങ്ങള്. ഈ പന്ന കസര പണിയാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയത്. അതെ സാർ, ആ ശ്രീധര സാറിന്റെ ഒക്കെ അവിടെ കിടക്കുന്ന കസേര മേശക്കൊന്ന് കാണണം. ഇല്ലാടാ റിജി? പിന്നെ അടിപൊളിയാ, പുലിയൊക്കെ അടിച്ചു വെച്ചേക്കുന്നു. അങ്ങനെ ഒരു കാര്യം ചെയ്യും സജി, ഇത് പണിയല്ല, വെളിയിൽ കളയാം. നിങ്ങൾ പോയേ. അതാന്നാ പറഞ്ഞേ. ഞാൻ പറഞ്ഞു തീർന്നില്ല. ഇതാണ് കസേര. ഇതങ്ങോട്ട് പോളിഷ് ചെയ്തിടണം. എന്തോ രസമെന്നറിയാ കാണാന്. ഇവനാണ് എന്ത് ഐഡിയ ഉണ്ടെന്നറിയോ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ സൂപ്പറായിട്ട് ഇത് ചെയ്തു തരണം. അടിപൊളിയായിട്ട്. ഈ മോലാളി സ്വർണ്ണമെല്ലാം വാടിയിട്ടേക്കുന്നത് ഏത് വേണമെന്ന് മേടിക്കുന്നത്? ഇതൊക്കെ ഇതെല്ലാം വാങ്ങിക്കുന്നത് ചിക്കൻസ് ജ്വല്ലറി എന്ന് പറഞ്ഞ ജ്വല്ലറി. പക്ഷെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അതിന്റെ ഇടയ്ക്കൊരു കമ്പി കുത്തി കയറ്റി വെച്ചിട്ടുണ്ടല്ലേ. അതെന്തുവാന്നറിയാമോ? ഇത്രയും സ്വർണ്ണം ഇട്ട് നടക്കുമ്പം ഇടിമിന്നലേക്കാൻ സാധ്യതയുണ്ട്. അതിന് ഏക്കായിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കമ്പിയായി. പിന്നെ തന്നെയല്ല, ഇപ്പൊ ഞാൻ പുതിയൊരു പ്ലാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു പുതിയതായിട്ട് ഇറങ്ങിയ ഒരു ബൈക്ക് ഉണ്ടല്ലോ, ഹൂക്ക്. നീ ഇത് കേക്ക. അപ്പൊ അത് ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തോണ്ടാ സജി, അതുകൊണ്ട് അവിടുത്തെ ആ വലിയ മതിലില്ലേ, അതേലോട്ട് കൊണ്ട് ഒരൊറ്റ ഇടി ഇടിക്കോ, ഈ കാലിന്റെ ഇവിടെ വെച്ച് ഒടിയണം. എന്നിട്ട് എനിക്ക് സ്വർണ്ണ കമ്പി ഇടണം. ഒരാളുടെ പേരെന്തുവാ? ചാക്കോ. ചാക്കോ എന്നല്ല ഇങ്ങനെ വിളിക്കണ്ടേ, സൈക്കോന്ന്. എന്തോ സജി അവൻ പറഞ്ഞത്? അവൻ നാളെ സൈക്കിളിനെ വരത്തുള്ളൂ. അവൻ സൈക്കിളിനോ ലോറിക്കോ വരട്ടെ, എന്റെ പണി തീർത്തു തരണം. തീർത്തന്നെ സാറേ, ഞാനല്ലേ ഏറ്റത്. സാറേ ഞാൻ ലിസ്റ്റ് തന്നില്ലായിരുന്നോ? ലിസ്റ്റ് തന്നിരുന്നു. ഞാൻ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ലിസ്റ്റ് അങ്ങോട്ട് വായിക്കാം. നോക്ക്. എടാ റെജി നോക്കണേ, സാധനം നോക്കണം. നോക്കാം. ഇനാമിൽ അര, അതെവിടെ അടിക്കാനാ? അത് ജനൽ കമ്പി അടിക്കാനാ. വുഡ് പ്രൈമർ അര, അതെവിടെ അടിക്കാനാ? കഥകിന് അടിക്കാനാ. MC അര, അതെവിടെ അടിക്കാനാ? അത് ബാത്റൂമിന്റെ പറവിൽ പോയിരുന്ന് അടിക്കാനാ. അവിടുത്തെ പണി മൊത്തം കഴിഞ്ഞതല്ലയോ സാറേ? അത് നിന്നല്ലേ അടിച്ചേ, ഇരുന്നടിച്ചോ? നിങ്ങൾ ഇരുന്നടിക്കോ കിടന്നടിക്കോ, സജി എന്റെ പണി തീർത്ത് തരണം. ഞാനത് തീർത്ത് തരാം. സാർ അവിടെ സമാധാനമായിട്ട് ഇരിക്കേ. ഗ്ലാസ് ഉണ്ടോ? എന്റെ എവിടുന്ന ഗ്ലാസ്? സജിയേ, ഗ്ലാസോ ഒന്നും. സജി, നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറ് കൊണ്ടുവന്നോട്ടോ. ഞാൻ കൊണ്ടുവന്നു.